വളരെ പ്രധാനപ്പെട്ട ഒരു ദേശീയ വാർത്തയിലേക്കാണ്. കരൂർ ദുരന്തത്തിൽ TVK അധ്യക്ഷൻ വിജയ് പ്രതിയാകും. തമിഴ്നാട് പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരും പ്രതികളാകും. മനഃപൂർവ്വമല്ലാത്ത നരഹത്യമടക്കം ചുമത്താനാണ് സാധ്യത. കേസിൽ ഫെബ്രുവരി 2-ാം വാരം CBI കുറ്റപത്രം സമർപ്പിക്കും. വിവരങ്ങൾ ശ്രീകാന്ത് നൽകുന്നു. ശ്രീകാന്ത് പറയും. കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട് നടൻ വിജയ് കൃത്യമായ മറുപടികളല്ല CBI അന്വേഷണ സംഘത്തിന് മുൻപാകെ ഈ 2-ാം ഘട്ട ചോദ്യം ചെയ്യലിലും നൽകിയത്. ഇന്ന് ഡൽഹിയിൽ വിജയ് ഹാജരാവുകയും CBIയുടെ ചോദ്യം ചെയ്യലിന് വിധേയനാവുകയും ചെയ്തിരുന്നു. അന്വേഷണത്തിൽ വിജയ്ക്കും ഈ കുറ്റകൃത്യത്തിൽ പങ്കുണ്ട് എന്ന തരത്തിൽ CBIയുടെ വിലയിരുത്തലുകൾ പുറത്തുവരികയാണ്. അതായത് അവിടുത്തെ ക്രൗഡ് മാനേജ്മെന്റിൽ വിജയ്ക്കും TVKയ്ക്കും വീഴ്ച പറ്റി. അത്രയും ആളുകൾ സംഘടിക്കുന്ന സ്ഥലത്ത് ഇത്രയധികം സുരക്ഷയില്ലാതെ ഈ പരിപാടി നടത്തിയത് തന്നെ വീഴ്ചയാണ് എന്ന തരത്തിൽ CBIക്ക് വിലയിരുത്തലുകളുണ്ട്. അത് സാധൂകരിക്കുന്ന മൊഴികളും രേഖകളും തെളിവുകളും കിട്ടിയിട്ടുണ്ട്. ഒപ്പം പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും ഗുരുതര വീഴ്ച സംഭവിച്ചു എന്നും CBI കണ്ടെത്തി. അതിനാൽ ഇപ്പോൾ CBI തീരുമാനിച്ചിട്ടുള്ളത് വിജയിയെയും അതോടൊപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥരെയും പ്രതി ചേർത്ത് കുറ്റപത്രം സമർപ്പിക്കാനാണ്. ഫെബ്രുവരി 2-ാം വാരം ഇത് സംബന്ധിച്ച കുറ്റപത്രം സമർപ്പിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട തമിഴ് രാഷ്ട്രീയത്തിലെ ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഈ വിഷയത്തിൽ നടൻ വിജയ്ക്കെതിരെ കേസെടുക്കാൻ മതിയായ തെളിവുകളുണ്ട് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തലിലേക്കാണ് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ശ്രീകാന്താണ് വിശദാംശങ്ങൾ നൽകിയത്.